പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദിയിൽ ക്ഷേത്രമോഷണ കേസിൽ കോടതി ശിക്ഷിച്ച പ്രതി നമസ്കാര മണ്ഡപ നിർമ്മാണത്തിൽ തട്ടിപ്പ് നടത്തിയ അജിത് കുമാറാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത തിരുവല്ലയിലെ പൊതുയോഗത്തിന്റെ വേദിയിൽ ഇടം പിടിച്ചത്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ അജിത്തിനെ ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി ശിക്ഷിച്ചത്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളെ ജയിലിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ പ്രസംഗിച്ചത്. എന്നാൽ മോദി പ്രസംഗിച്ച അതേ വേദിയിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം കളം നിറഞ്ഞു നിന്നത് ക്ഷേത്രമോഷണം കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി അജിത് കുമാർ. ക്ഷേത്രത്തിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ചേർത്ത് നിർത്തിയാണോ നരേന്ദ്രമോദി ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് പറയുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമസ്കാര മണ്ഡപ നിർമ്മാണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയതിനാണ് കോടതി അജിത് കുമാറിനെ ശിക്ഷിച്ചത്. അടൂർ തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് അജിത് കുമാർ തട്ടിപ്പ് നടത്തിയത്. ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട 12 ലക്ഷം രൂപ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. അജിത് കുമാർ അടക്കം 3 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട സബ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.